സെർവർ ഡൗൺ ആയിപ്പോയി. എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ ചേട്ടന് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. ഈ ചേട്ടൻ അത് നശിപ്പിച്ച് കളഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമ്മൾ ആടുജീവിതം കാണാൻ പോകണത് ഞങ്ങൾ വന്നേക്കുന്ന ആവേശം കാണാനാണ്. ഇവർ നടന്നു വരുന്നു, ഇവർ കാര്യങ്ങൾ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ പറയില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ആടുജീവിതം കാണാൻ പോവാണ്. റിലീസായ അന്ന് തൊട്ട് ഇന്ന് പോകാൻ നാളെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മളുടെ സാഹചര്യങ്ങൾ അറിയാമല്ലോ, നമുക്ക് കുട്ടികളെയും കൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, അപ്പോൾ അവളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേട്ടൻ്റെ വീടൊരു അടുത്താണല്ലോ, അവിടെ ഏൽപ്പിച്ചിട്ട് പോയിക്കൂടെ. അനിയനും അനിയത്തിയും വർക്കിംഗ് ആണ്, അപ്പോൾ അവരുടെ കുഞ്ഞിനെ ഓൾറെഡി അമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ അവൾക്കും 2.5 വയസ്സ്, 4 വയസ്സ്, 1 വയസ്സ്, ഈ 3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെ. അപ്പോൾ അമ്മയ്ക്ക് അത്രയും പണി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പല ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ മാത്രമേ അവിടെ ആക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, കാര്യത്തിലോട്ട് കിടക്കാൻ പോവാണ്. ആടുജീവിതത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ 2008 എനിക്ക് തോന്നുന്നു ആടുജീവിതം ബുക്ക് വരുന്നത്. അപ്പോൾ തന്നെ വായിച്ച ഒരാളാണ് ഞാൻ വളരെ നല്ലൊരു വായനാശീലമുള്ളൊരു കുട്ടിയായിരുന്നു ചെറുപ്പം തൊട്ട്. ഞാൻ പഠിച്ചത് BA MA ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പം അതുകൊണ്ടാണെന്നല്ല കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞങ്ങൾക്ക് ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു വായനാശീലമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ കല്യാണത്തിന് ശേഷം ഒരു ബുക്ക് പോലും ഞാൻ വായിച്ചിട്ടില്ല. അത് അങ്ങനെയൊന്നുമല്ല, നമുക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു സമയം ഇല്ല. അതിനുശേഷം കുട്ടികളായി. അപ്പം ഞാൻ ഈ വർഷം അറിയാതെ എടുത്തൊരു ഡിസിഷനാണ് എൻ്റെ റീഡിങ് ഹോബി ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം പ്രകൃതി വായിക്കാൻ പഠിക്കും UKG തൊട്ട്. അപ്പം നമ്മൾ വീട്ടിലൊരു പുസ്തക വായനശീലം നമ്മൾ ഷോ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഒരു റീഡിങ് അല്ലെങ്കിൽ ഒരു ബുക്കുകളിലോട്ട് ഒരു അട്രാക്ഷൻ വരുള്ളൂ. കാരണം ഇപ്പം പൊതുവെ എല്ലാവർക്കും റീഡിങ് ഹാബിറ്റ് കുറച്ച് കുറവാണല്ലോ പണ്ടത്തെ അപേക്ഷിച്ച്. കാരണം ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, വേറെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനം എടുത്ത ആ സമയത്ത് തന്നെയാണ് ഈ ആടുജീവിതവും വരുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ചേട്ടനും പറയാനുണ്ട്, ഇപ്പോൾ അന്ന് ആടുജീവിതം എല്ലാവരും പറയുമല്ലോ ഒറ്റ ദിവസം, ഞാനും ഒറ്റ ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർത്താണ്. ആ പുസ്തകത്തിന് അങ്ങനത്തെ ഒരു വലിക്കലുണ്ട്. നമ്മൾ അത് വായിച്ച് തീർക്കാണ്ട് നമുക്ക് അതൊന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നതെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഓവറായിട്ട് ഞാൻ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇതുവരെ നമ്മൾ ബുക്കിൻ്റെ അഡാപ്റ്റേഷൻസ് ഒന്നും കണ്ടിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം വായിക്കുമ്പോൾ നമ്മുടെ ഒരു ഇമാജിനേഷൻ അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലും ഇതെങ്ങനെ എടുത്തിട്ടുണ്ട്, അവരുടെ ഒരു എഫേർട്ട്, ഇത്ര ഇയേഴ്സിലുള്ള ഒരു എഫേർട്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പലരും പല റിവ്യൂസൊക്കെ കണ്ടു അതിനെക്കുറിച്ച്, മോശമായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ. പക്ഷേ ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ബ്ലെസീനെ പോലൊരു ഡയറക്ടർ ഇത്രയും അതിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ ചെയ്തിട്ടുണ്ടാവും. ഇനി അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് പറ്റാത്തതായിരിക്കും. അല്ലാതെ അതിനൊരു നെഗറ്റീവായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കാണാൻ പോവാണ്. ഇനി ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഞാനൊരു നോവല് വായിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ, അതാണ് ഈ ആടുജീവിതം എന്നുള്ള നോവല്. അതും കല്യാണത്തിന് മുന്നേ ഇവള് നിർബന്ധിച്ച് എന്നെ കൊണ്ട് വായിപ്പിച്ചതാണ്. അത് ഞാൻ 2-3 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത ഒരു നോവലാണ്. കാരണം പിടിച്ചിരുത്തി വായിപ്പിച്ച. ഞങ്ങൾ സംസാരത്തിന്റെ ഇടയ്ക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ചേട്ടൻ ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ല. എനിക്കത് ഇഷ്ടമില്ല, അത് പറ്റില്ല എന്നെ കൊണ്ടെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ബുക്ക് തരാം, അത് ചേട്ടൻ എന്തായാലും ഞാൻ ബെറ്റ് വെക്കുവാണ്, ചേട്ടനെ കൊണ്ടത് വായിക്കാൻ തുടങ്ങിയാൽ അത് വായിച്ച് തീർക്കാതെ ചേട്ടന് പറ്റില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല, ഒരിക്കലും ഞാൻ വായിക്കത്തില്ല. അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ചേട്ടൻ്റെ അടുത്ത്. അത് ചേട്ടന് ഓർമ്മയില്ല, അതായത് എനിക്കത് ഇഷ്ടമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റുമോ, നീ പറഞ്ഞ പേര് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. വിത്തിൻ 2 days or 3 days ഈ കംപ്ലീറ്റഡ്. നീ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആദ്യം കിടക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്നെ ശരിക്കും അതിനെ പിടിച്ച് ഇരുത്തി കുറച്ച് ഇമോഷൻ എന്താ പറയാ നമുക്ക് ഫീൽ ചെയ്യും വായിക്കുമ്പോൾ. പക്ഷെ അന്നൊന്നും ഇത് സിനിമ ആവുന്നൊന്നും നമുക്ക് അറിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വിഷ്വലി കണ്ടാലോ. അപ്പോൾ അത് കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് വന്നിരിക്കുകയാണ്. ഇച്ചിരി വൈകിയാണെങ്കിൽ ഞങ്ങൾ ആ ഭാഗ്യം പോയി ആസ്വദിച്ചിട്ട് വരട്ടെ. യെസ് ബൈ. സമയം അതിക്രമിച്ചു അല്ലേ? ഇന്റർവെല് കഴിഞ്ഞിട്ട് പടം തുടങ്ങിയിട്ടില്ല, സെർവർ ഡൗൺ ആയിപ്പോയി. നമ്മളിവിടെ ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റായിട്ട് വൻ പണി കിട്ടിയിരിക്കുകയാണ്. അതെ, ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ തുടങ്ങുമെന്ന് പറഞ്ഞ് വന്ന് കയറിയതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ് സെർവർ ഡൗൺ ആയി, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഏകദേശം 10 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കും. പിള്ളേരെയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് വന്നേക്കാണ്.
എന്നാലും ഇതാദ്യത്തെ അനുഭവം അല്ലേ? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട് പടം? സൂപ്പറാണ്. നമ്മുടെ സെർവർ ഓക്കെ ആയെന്ന് സെർവർ ഓക്കെ അതല്ല, അത് വാല് തുറന്ന് നടക്കി. അങ്ങനെ സിനിമ കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആടുജീവിതത്തിൻ്റെ റിവ്യൂ. സിനിമ കാണാൻ പോയ ഡ്രസ്സ് ഇട്ടുണ്ടല്ല സിനിമ കണ്ടിട്ട് ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾ വിചാരിച്ചു. എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, പിന്നെ ചേട്ടന് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. അതായത് ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അതിന് റിവ്യൂ പറയാൻ പ്രിപ്പയർഡ് ആണ്. ചേട്ടൻ മറന്നുപോയി വീഡിയോയുടെ ബാലൻസ് എടുക്കാൻ. അതെനിക്ക് എപ്പോഴും അങ്ങനെയാണ്, ഉത്തരവാദിത്തമില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് അത് ചെയ്തില്ലല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ പറയത്തില്ല, എപ്പോഴെങ്കിലും ഓർക്കുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാ അവസാനം പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ തന്നെ മുഖമൊന്നും കാണത്തില്ല. ഇവർ നടന്നു വരുന്നു, ഇവർ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ പറയില്ല, എന്നെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആടുജീവിതത്തിൻ്റെ റിവ്യൂ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ശരി വേണ്ട അത് വിട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നേക്കുന്ന ആവേശം കാണാനാണ്. കിടിലം പടം. ഇല്ലില്ല, അതിന് വേറെ വീഡിയോ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. നല്ല സിനിമ. അതായത് കാരണം അതിനെക്കുറിച്ച് അധികം പറയാനില്ല. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവി, ഫുൾ എൻ്റർടൈൻമെൻറ്റ്, ഒരു സെക്കൻഡ് ഒരു ലാഗില്ല ഒട്ടും. നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്ന വരെ നമ്മൾ സമയം പോകുന്ന അറിയില്ല, അത്രയും നല്ല സിനിമ. ഇനി ആടുജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയൊക്കെ വളരെ നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഈ ചേട്ടൻ അത് നശിപ്പിച്ച് കളഞ്ഞു. അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, ബിക്കോസ് ഒത്തിരി പേര് വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ എക്സ്പെക്റ്റഡ് സോ മച്ച് അബൌട്ട് ആടുജീവിതം. ബിക്കോസ് ഒരു സിനിമയ്ക്ക് ചെയ്യാം, നമുക്കറിയാം അതിലൊരു എപ്പിസോഡ്, ഇപ്പോൾ നമ്മൾ വായിച്ച ആൾക്കാർക്കറിയാം അതിലൊരു മേജർ എപ്പിസോഡ് സിനിമയിൽ മിസ്സിങ് ആണ്. അതാണ് ആ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. എല്ലാവരും ആ ഒരു സാധനം എങ്ങനെ സിനിമയിൽ കാണുമെന്ന് ഇപ്പം ഞാൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് പറയാത്തത്. അപ്പം ആ ഒരു എപ്പിസോഡ് എങ്ങനെയായിരിക്കും സിനിമയിൽ ചിത്രീകരിക്കുന്നത് കാണാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇരുന്നു. അത് വരാത്ത കൊണ്ടും അല്ലെങ്കിൽ വേറെ സംഭവ വികാസങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടും അത് കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിരാശപ്പെടുത്തി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഒറ്റയ്ക്ക് ഒരാൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ഇതിനപ്പുറത്തേക്ക് എന്താ നടക്കാനുള്ളത് അവിടെ? അയാളുടെ ലൈഫിൽ ആടിനെ മേയ്ക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ആടിനെ മേയ്ക്കുന്നു, ഇത്രേ ഉള്ളൂ. അത് തന്നെ അതിലാകെപ്പാടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു ട്രാൻസ്ഫർമേഷനാണ്. അതവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആടുജീവിതം എന്നുള്ള സിനിമയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പലരും പല റിവ്യൂസും പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. ബിക്കോസ് പൃഥ്വിരാജ് എടുത്ത എഫേർട്ട് കൊണ്ട് സിനിമ നല്ലതാണെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത്. അത് ഇതിൽ കൂടുതലൊന്നും അതിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നമ്മൾ വായിച്ച ആൾക്കാർക്കറിയാം, നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ അതിലൂടെ നമ്മൾ ഇമാജിനേഷൻ പിന്നെ കുറേ ഫിക്ഷനും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇതിലധികം ഫിക്ഷൻ അവർ ആഡ് ചെയ്തിട്ടില്ല. അവർ ആ റിയൽ ആയിട്ടുള്ള കാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരത്തെ ആടുജീവിതത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയത് അമല പോളിനെ കുറിച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമല പോളിൻ്റെ ആക്ടിങ്. എക്സ്ട്രാordinary ആയിട്ട് അമല പോൾ ആ കൊടുത്ത് കുറച്ച് സീക്വൻസുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അമല പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ട്രസ്സാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അമല പോളിനെ കുറച്ച് അണ്ടർ റേറ്റഡ് ആക്കി. അതായത് കുറച്ചും കൂടി എന്തൊരു ക്യാരക്ടർ കൊടുത്താലും അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അമല പോളിനെ അങ്ങനെ അധികം കാണുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ അമല പോൾ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയി. കാരണം പൊതുവെ ബ്ലസ്സി എപ്പോഴും കുറച്ച് അന്യഭാഷാ നായികമാരെ കൊണ്ടുവരുന്നൊരു, ഇപ്പോൾ പത്മപ്രിയ, അങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും നായിക ഉണ്ടെന്നേ ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ അമല പോൾ നന്നായിട്ട് ചെയ്തു. എനിക്ക് ആക്ച്വലി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഈ സീൻസ് ബ്ലെൻഡ് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അവരുടെ റൊമാൻറ്റിക് സീൻസസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ചേട്ടനടക്കം ഒത്തിരി പേർക്ക് അതൊട്ടും ഇതിന് ചേരാത്ത പോലെ ഒരു കാര്യമായിട്ടാണ് തോന്നിയെന്ന്. ചേട്ടൻ പറയട്ടെ. അല്ല, ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാനൊരു സർവൈവൽ സ്റ്റോറി കാണാൻ പോയതാണ്. അപ്പം ഞാൻ ആ ഒരു വ്യൂവിലാണ് ആ പടം കാണാൻ പോയത്. കാരണം പക്ഷേ എനിക്കിങ്ങനെ ഈ ഫസ്റ്റ് ഹാഫ് മൊത്തം നമ്മൾ ആ ട്രാക്കിലേക്ക് വരുന്നു, പെട്ടെന്ന് സ്ലിപ്പായിട്ട് പിന്നെ ആ ഒരു റൊമാൻസിലേക്ക് പോകുന്നു. അപ്പോൾ ആ സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് സീൻസൊക്കെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവരുടെ ഓർമ്മയിലേക്ക് പോകുന്നു. അങ്ങനെയൊന്നും കാണിക്കണ്ടായിരുന്നു. കറക്റ്റ് ആ ഒരു ഓർഡറിലൊക്കെ കാണിച്ചത് മതിയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇത് കുറച്ച് ഇപ്പോൾ ആ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇത് കാണിച്ചില്ലെങ്കിൽ ഫുൾ ഒരു ലാഗ് ഫീൽ ചെയ്യത്തില്ലേ? ഇല്ല, ഈ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ലാഗായിട്ട് തോന്നിയത്. അങ്ങനെ വരും എന്ത് പോയി നല്ല ബിൽഡപ്പ് ചെയ്ത് വരുന്നത് ഇതേ പോകും, എന്തിനാണെന്ന് എനിക്ക് അങ്ങനെ തോന്നി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എനിക്ക് സെക്കൻഡ് ഹാഫ് അങ്ങനെ ലാഗായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്ക് ആ സ്റ്റോറി ആ സിനിമ ആവശ്യപ്പെടുന്ന പേസിൽ അത് പോയിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് തീരെ അല്ല, കമ്പയർ ടു സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ.
അതിന് ഞാൻ ബാക്കി പറയാം. ഓക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് മുന്നുള്ള ബ്ലെസ്സി സിനിമകൾ എടുത്താൽ അറിയാം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ, അതായത് പലപ്പോഴും ഈ നമ്മൾ സിനിമകൾ കാണുമ്പം ലവിൻ്റെ സമയത്ത് ഭയങ്കര ഫിസിക്കൽ ടച്ചും ഫിസിക്കലി ഉള്ളൊരു കാര്യങ്ങൾ സിനിമകൾ കാണിക്കും. പക്ഷെ അത് അവർ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും കുറച്ച് ലവ് കുറയുന്ന പോലെയാണ്. അതായത് ഒരു പ്രണയം അവരുടെ ഇടയിൽ അങ്ങനെ പോർട്രേ ചെയ്യൽ കുറവാണ്. പക്ഷേ ബ്ലെസ്സിയുടെ ഏത് ഇപ്പോൾ തന്മാത്രയിലാണെങ്കിലും അവർ തമ്മിലുള്ളൊരു പ്രണയം, കാഴ്ചയിൽ മമ്മൂട്ടിയും പത്മപ്രിയയും തമ്മിലുള്ള പ്രണയം, പിന്നെ അവരുടെ കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഒരു സ്ട്രോങ്, ഇപ്പം ഞാനും ചേട്ടനും ഇപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ 6 വർഷമായിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും, നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സമയത്തുണ്ടായിരുന്ന അതേ ഒരുപോലെയാണ് നമ്മളെപ്പോഴും ഹഗ് ചെയ്യും. നമ്മളെപ്പോഴും പലപ്പോഴും ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കാണുന്നു, ഫസ്റ്റ് ഇയർ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കും, സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് രണ്ടുപേരും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, തേർഡ് ഇയർ ആകുമ്പോൾ ചിലപ്പം ഒരു കൊച്ചു വരും. അതിങ്ങനെ അകന്നകന്ന് പോകുന്ന പോലെയാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല പലവരുടെയും. അപ്പം അത് ബ്ലെസ്സി ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നാണ് കേട്ടോ, പുള്ളിയുടെ ഫാമിലി. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളി പല പടങ്ങളിലും കൊടുത്തോട്ടെ, ഈ ഒരു പടത്തിന് വേണ്ട. കാരണം ബാക്കി പടങ്ങളിൽ എനിക്കും ഇഷ്ടപ്പെട്ടു. അത് പക്ഷെ പുള്ളിയുടെ ഒരു സ്റ്റൈലാന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റൈല് ഒരു റിയൽ സ്റ്റോറി നമ്മൾ ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് കാണാൻ ചെല്ലുന്നത്. അപ്പം ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പടം അത്ര കുറഞ്ഞാലും കുഴപ്പമില്ല, 2.5 മണിക്കൂർ എൻ്റെ പടം കാണുന്ന ഒരു നിർബന്ധം ആർക്കും ഇല്ല. സോ അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു, ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കുറേ പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ കോമെൻറ്റ്സ് ഇവിടെ ഇടുക. അപ്പോൾ അത് നമുക്ക് അറിയാലോ ഒപ്പീനിയൻസ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റ് നേരത്തെ നമ്മൾ പറയാൻ വിട്ടത്. ആവേശം എല്ലാവരും കാണുക, ആടുജീവിതം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണാത്തവർ കാണുക. നിങ്ങൾക്ക് എന്താണോ അത് കണ്ടിട്ട് തോന്നുന്നത്, ആവേശമാണോ രോമാഞ്ചമാണോ നിന്റെ ആ ഒരു ത്രാസിൽ ഏറ്റവും ആവേശം. രോമാഞ്ചം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. പക്ഷെ ആവേശം ഒട്ടും നമുക്കിങ്ങനെ ഒരു സെക്കൻഡ് പോലും നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റ് ആവത്തില്ല. കണ്ടിന്യൂസ്ലി നല്ല ഫഹദ് ഫാസിൽ വെറുതെ അഴിഞ്ഞടി. ഫഹദ് ഫാസിൽ അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ ഫഹദ് ഫാസിൽ ഇതുവരെ അഭിനയിച്ചേക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അത് അടിപൊളിയായിട്ട് ചെയ്തു. അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ലൈക്ക് ആ ഔട്ട് ഓഫ് ദി ഷെൽ പുറത്ത് വന്ന ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. അതാണ് പിള്ളേര്. അതെ അതെ അതെ, അവര് പിള്ളേര് അത് ഫസ്റ്റ് സിനിമയാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര, എനിക്കതിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടം. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 3 പേരും കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ മറ്റേ പുള്ളി ആരാ, മറ്റേ സപ്പോർട്ടിങ് ആക്ടർ, നമ്മുടെ രോമാഞ്ചത്തിലെ എന്താ അവന്റെ പേരെന്തായിരുന്നു, അതില് പ്രത്യേക പേരല്ലേ? എന്തായാലും എല്ലാവരും അഭിനയിച്ചവരൊക്കെ കിഡിലായിട്ട് അഭിനയിച്ചു. പിന്നെ പടം മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യണം. ബിക്കോസ് ഇത് OTT വരുമ്പം ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു സൗണ്ടിലും ഈ ഒരു വലിയ സ്ക്രീനിലും കാണണം. അപ്പോൾ എന്തായാലും ഈ 2 സിനിമയുടെ റിവ്യൂ കൂടെ ഒറ്റയടിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കാണാനുള്ള സിനിമകൾ വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ്, ഇത് 2 ഞങ്ങൾ കാണും. അതിൻ്റെ റിവ്യൂ പുറകെ വരുന്നതായിരിക്കും. സോ ബൈ.